ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പായ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇതുപോലെ 2 വലിയ നേന്ത്രപ്പഴം ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നെയ്യിൽ വഴറ്റിയെടുത്താൽ ഇതൊന്ന് യെല്ലോ ഷെയ്ഡായിട്ട് വരും. ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പായൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചവ്വരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചവ്വരി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളെ ചവ്വരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാൽവാഴക്ക റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പാലൊന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പായ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് പാലിപ്പോൾ ഒരു ലൂസിലാണ് ഇട്ടുള്ളത്. നമുക്കിതൊന്ന് ടൈറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം, തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു 4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പാൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ കുറച്ച് സമയം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഈ ഒരു സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറാനൊന്നും വെച്ചിട്ടുണ്ടായില്ല. നല്ല ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.